എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ സയനിസത്തെ ഇങ്ങനെ പിന്തുണക്കുന്നത്? അവർ ഒരേ തൂവൽ പക്ഷികളാണ്. ഒന്ന്, ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളും RSSും ഇപ്പോൾ ഭരിക്കുന്നവരും മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നവരാണ്. രാഷ്ട്രീയ സയനിസ്റ്റുകളും മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നവരാണ്. രണ്ട്, ഹിന്ദുക്കൾക്ക് മീൻസ് ഇവിടുത്തെ സാധാരണ ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികൾക്ക് ഒരു രാജ്യമില്ല എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഉണ്ടായതോടുകൂടി ഇതൊരു ഹിന്ദു രാഷ്ട്രമായി എന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് സയനിസ്റ്റുകളും പറയുന്നത്. നിങ്ങളെല്ലാവരും ഒഴിഞ്ഞു പോയിക്കോളാം, ഇത് ജൂത രാഷ്ട്രമാണ്. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാവുന്നു, അവിടെ നാഷൻ സ്റ്റേറ്റ് ലോ ഉണ്ടാവുന്നു. 2000 നാഷൻ സ്റ്റേറ്റ് ലോ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ലോ നിങ്ങൾ പഠിക്കണം. ആ ലോ പ്രകാരം അവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മറ്റു മതസ്ഥരെയും രണ്ടാം കിട പൗരന്മാരാക്കിയിരിക്കുന്നു. ജൂതന്മാർക്കാണ് അവിടെ വിശിഷ്ട പദവിയുള്ളത്. അതേപോലെ ഇവിടെയും പൗരത്വ നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇവർ തമ്മിൽ വളരെയധികം ആശയപരമായ ആദർശപരമായ ഐക്യമുണ്ട്. അതുകൊണ്ടാണ് ഇവർ പരസ്പരം പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് 1-ാം ദിവസം പറഞ്ഞതിൽ നിൽക്കേണ്ടി വന്നില്ല. സന്തോഷം. അദ്ദേഹം ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റിനെ വിളിക്കുകയുണ്ടായി, വളരെ സന്തോഷം. ഫലസ്തീൻ നേതാക്കളുമായി സംസാരിക്കുകയുണ്ടായി, വളരെ വളരെ സന്തോഷം. അദ്ദേഹത്തിന് പോലും നിന്നിടത്ത് നിൽക്കാൻ പറ്റാത്ത വിധമുള്ള ക്രൂരതയാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ജോ ബൈഡൻ രാവിലെ പറഞ്ഞതല്ല, ടെല്ലവീവിൽ വെച്ച് വൈകുന്നേരം പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കാൻ പോകരുത് എന്ന് ഉപദേശിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഉപദേശമൊന്നും ബെഞ്ചമിൻ നെതന്യാഹു കേൾക്കില്ല എന്നത് മറ്റൊരു കാര്യം. അറബ് രാജ്യങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതുണ്ടാവുന്ന അറബ് രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ മാറുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അവിടുത്തെ ജനതയ്ക്കകത്ത് വലിയ വികാരമുണ്ട്, ഫലസ്തീൻ വികാരമുണ്ട്. ആ വികാരത്തിനൊപ്പം നിൽക്കുന്ന ഷിയാക്കളുമായി ഇറാനുമായി ചില അടുപ്പം, ചില സോഫ്റ്റ് കോർണർ അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇറാൻ അത് കണ്ട് കളിക്കുന്നുമുണ്ട്. അതും പറയാം, ഇറാനൊക്കെ വളരെ ആത്മാർത്ഥമാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. ഇറാന്റെ പ്രവർത്തനത്തിനകത്ത് അറബ് രാജ്യങ്ങൾക്കകത്ത് അരാജകത്വം, കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇറാന്റെ പിന്തുണയെ വിലമതിക്കുന്നതോടൊപ്പം അതുകൂടി മനസ്സിലാക്കി പോകണം. അപ്പം എല്ലാവരും ഇതിലെടുക്കുന്ന റഷ്യ ഇപ്പോൾ അനുകൂല സമീപനം എടുക്കുന്നത് റഷ്യക്ക് അതിലൊരു രാഷ്ട്രീയം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ചൈന ഒരു സമീപനം എടുക്കുന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. അവരുടെയൊക്കെ ഭാവമാറ്റത്തെ, അവരുടെയൊക്കെ കാഴ്ചപ്പാട് മാറുന്നതിനെ, ഫലസ്തീൻ അനുകൂല സമീപനം ലോകത്താകെ ഉയർന്നു വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവരെല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇസ്രായേലിനെ നിലവിലുള്ളതിൽ നിന്ന് ഫലസ്തീനികൾക്ക് കൊടുക്കേണ്ട ഭൂമി കൊടുത്തുകൊണ്ട് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ മാത്രമാണ് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യാനികൾ, പ്രിയപ്പെട്ട ക്രിസ്ത്യാനി സുഹൃത്തുക്കളെ, നിങ്ങളുമായി അപാര ശത്രുതയിലുള്ള സമൂഹമാണ് ഈ ജൂതന്മാരെന്ന ചരിത്രപരമായ കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജനത തന്നെ ഇസ്രായേലിനകത്ത് അനുഭവിക്കുന്ന ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക പ്ലീസ്. നിങ്ങൾ മുസ്ലിം വിരുദ്ധമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഈ പണി എടുക്കരുത്. നുണ പ്രചരിപ്പിക്കരുത്, കള്ളത്തരം പറയരുത്. സത്യം പറയാൻ എല്ലാവരും തയ്യാറാകുക. സത്യം വെച്ചുകൊണ്ട് എല്ലാവരും ഡിബേറ്റിന് തയ്യാറാവുക. നിങ്ങളെല്ലാവരും ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫലസ്തീൻ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് വല്ല ബാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം നിരന്തരം പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. വികാരം കൊള്ളുകയല്ല വേണ്ടത്. പഠിക്കുക, വായിക്കുക, അറിയുക, ചരിത്രം മനസ്സിലാക്കുക. ഈ ഡേറ്റുകളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇസ്രായേൽ എന്ന രാജ്യം അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. നിയമപരമായി നിലനിൽക്കാൻ അർഹതയുള്ള ഒരു രാജ്യത്തിന് അതില്ലെന്ന് പറയുകയും നിയമപരമായ ഒരു അർഹതയുമില്ലാതെ ഉണ്ടായ രാജ്യം ഇരരാജ്യമായി മാറുകയും ചെയ്യുന്ന അട്ടിമറിയെ തിരിച്ചറിയുക എന്നത് മാത്രമാണ് പറയാനുള്ളത്.